അങ്ങനെ അടുത്ത നീത്തുൻ്റെ ചോറ് കൊണ്ടൽ എൻ്റെ അമ്മേൻ്റെ വീട്ടിലാട്ടോ, അത് ബാലുശ്ശേരി തെരുത്തമ്പലത്തിൽ വെച്ചിട്ടാണ്. എൻ്റെ കോളിനൊന്നും ഒരു വ്യത്യാസമില്ല. അപ്പോൾ ഇപ്പോഴും സൗണ്ടിന് നല്ല വ്യത്യാസം കാണും കേട്ടോ. എന്നാൽ അതൊക്കെ ഒരു ബാധ്യത കേട്ടോ. ആകപ്പാടെ ഒരു ഡാമേജ് ആയി കിടക്കുക, ചെവി പോയി, ചെവിയൊക്കെ അടിച്ചു പോയി, അതായത് ചെവിയൊക്കെ ജലദോഷമായതുകൊണ്ട് ഇങ്ങനെ അടഞ്ഞ് കിടക്കാറുണ്ട്. അപ്പോൾ എന്നാലും അതൊക്കെ അവിടെ കിടക്കട്ടെ. എന്നാലും ചോറ് എടുക്കുക നിത്തുവിന് ഇതിപ്പോൾ ഒരു സ്ഥിരം പരിപാടിയുണ്ട്. നിത്തുവിന് അറിയാം രാവിലെ എണീപ്പിച്ച് കുളിപ്പിക്കുന്നത് ഇന്നെ ചോറ് എടുക്കാൻ കൊണ്ടുപോകുന്നത്. അതുകൊണ്ട് അവരിപ്പോൾ വലിയ പ്രശ്നമൊന്നുമില്ല. അവരിപ്പോൾ ഒറ്റയ്ക്ക് ചന്ദനമൊക്കെ തൊടാൻ തുടങ്ങി കേട്ടോ. അവരത് ഒറ്റയ്ക്ക് ചന്ദനമൊക്കെ വാരി എടുത്ത് തൊടാൻ നോക്കുന്നുണ്ട്. എന്നാലും എപ്പോഴും ഉള്ള പോലെ തന്നെ ചോറും പായസവും കാര്യങ്ങളൊക്കെ ആയിട്ട് അവരെ വാരി വെച്ച് കൊടുത്ത് അവർ വലിയ കുഴപ്പമില്ലാണ്ട് ഇപ്പോൾ കഴിക്കുന്നുണ്ട്. അതായത് അവരെ അറിയാലോ, ആദ്യത്തെ വലിയ ഇഷ്ടമായിരുന്നു കേട്ടോ. പിന്നെ ഇതൊക്കെ ഭയങ്കര നൊസ്റ്റുള്ള സ്ഥലങ്ങളാട്ടോ. ഞങ്ങൾ സ്കൂൾ പൂട്ടിയ പിറ്റേ ദിവസം ഓടി വരുന്ന സ്ഥലമായിട്ട് എൻ്റെ അമ്മ വീട്ടിലേക്ക് കയറാം. പക്ഷേ അമ്മ വീട് എന്ന് പറയുന്നത് ആകപ്പാടെ പൊളിഞ്ഞ് നാശമായിട്ടുണ്ട്. എന്ന് വെച്ചാൽ അവിടെ ആരും താമസമൊന്നും ഉണ്ടായിരുന്നില്ല. ഒരു കുറേ കാലം പഴക്കമുള്ളൊരു തറവാടായിരുന്നു കേട്ടോ. പക്ഷെ അവിടെ ഒരു ചെറിയ 2 റൂമിലൊരു വീട് ഉണ്ടാക്കുന്നുണ്ട്. ശിവരാത്രിക്കും കാര്യത്തിനൊക്കെ ഒന്ന് പോയി നിൽക്കാൻ വേണ്ടി മാത്രം. പിന്നെ അയൽവാസികളുടെ വീട്ടിലൊക്കെ പോയി അവിടുന്ന് കുറച്ച് പഴം കടിച്ച് മാറ്റി. പിന്നെ അവരോട് കുറേ വർത്താനം പറഞ്ഞ് ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നുണ്ട് കേട്ടോ. പിന്നെ ഫുഡൊക്കെ കഴിച്ച് പിന്നെ നേരെ താരമ്മേനെ വീട്ടിൽ പോയി അവിടെ നിന്ന് ചോറൊക്കെ കഴിച്ചത്. പിന്നെ വീട്ടിലെത്തി എനിക്ക് തീരെ വയ്യായിരുന്നു. പനിയൊക്കെ നല്ലോണം കൂടിയപ്പോൾ ഞാൻ വേഗം ഹോസ്പിറ്റലിൽ പോയി. പിറ്റേ ദിവസം വേറെ പോവാണ്ടേ. അപ്പം